ഹലോ ഗൈസ്, ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ ഇന്നൊരു സൂപ്പർ ഡേ ആയിരുന്നു കേട്ടോ. കുറേ അപ്സും ഡൗൺസും ഉണ്ടായി ഒറ്റ ദിവസത്തിൽ. ഞാൻ ഇടുന്ന ഇതുപോലത്തെ ലോങ് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. എന്നാൽ തന്നെ എനിക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ ഇനിയിടാൻ. നമുക്ക് അച്ചുവിന് വേണ്ടി ഒരു പാരച്യൂട്ട് ഉണ്ടാക്കാം. ആദ്യം നമ്മളൊരു പോളിത്തീൻ കവർ എടുക്കണേ. ഞാനൊരു ഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനെ നമ്മൾക്കൊരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കണം. അതിനുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. അച്ചു കത്തിരിക എടുത്ത് കളിച്ച് ഇവിടെയുള്ള ഒറ്റ കത്തിരിക ഇപ്പോൾ ഒരു സാധനം മുറിക്കാൻ പറ്റില്ല കേട്ടോ. അവസാനം ഞാൻ എൻ്റെ മിഷ്യൻ കത്തിരികേനെ കളത്തിലിറക്കേണ്ടി വന്നു കേട്ടോ ഇതൊന്ന് മുറിച്ച് കിട്ടാൻ. ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു ഇത്തിരിയെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്ക്വയർ മുറിച്ചാൽ സ്ക്വയർ ആയിരിക്കണം, ട്രയാങ്കിൾ മുറിച്ചാൽ ട്രയാങ്കിൾ ആയിരിക്കണം, റെക്ടാങ്കിൾ മുറിച്ചാൽ റെക്ടാങ്കിൾ ആയിരിക്കണം. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. സൈഡൊക്കെ വൃത്തിയാക്കിയിട്ട് മാത്രമേ ഞാൻ മെയിൻ പണിയിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. പിന്നെ പെർഫെക്ഷന് വേണ്ടിയിട്ട് മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, മുറിച്ച് കുട്ടിയില്ലാണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകരുത് കേട്ടോ. എന്നെ പോലെ ഈ പാരച്യൂട്ട് ഉണ്ടാക്കണ ഓരോ നിമിഷത്തിലും എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞാനൊരു പാരാസെയിലിങ്ങിന് പോയതാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. എല്ലാ കുട്ടികളും പാറി നടക്കുമ്പോൾ എന്നെ മാത്രം അവർ അവഗണിച്ചു കേട്ടോ. ഞാൻ അണ്ടർ വെയിറ്റ് ആണെന്നും പറഞ്ഞിട്ട് എനിക്ക് അവസാനമാണ് എൻ്റെ നമ്പർ കിട്ടിയത്. ഞാൻ പാരച്യൂട്ടിൽ കയറിയിരുന്നതും ഷും എന്ന് പറഞ്ഞ പോലെയല്ലേ എന്നെ എടുത്ത് പൊക്കിയത്. വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ന് ഞാൻ ക്യൂവിൽ മുന്നിൽ നിൽക്കും കേട്ടോ. സോറി, ടോപ്പിക്കിൽ തെന്നി മാറി. അപ്പം നമ്മൾ ആ സ്ക്വയറിനെ എടുത്ത് ഇപ്പോൾ മടക്കി ത്രികോണാക്കി കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും മടക്കും. അങ്ങനെ നമ്മൾ 3 വട്ടമാണ് മടക്കുന്നത് കേട്ടോ. ഇനിയും മടക്കാൻ പറ്റും വെച്ചാൽ മടക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മടക്കി പോകുന്നത്. മടക്കുന്ന സമയത്ത് ഉള്ളിലും പുറത്തുമായിട്ട് ചുളിവൊന്നും ഇല്ലാണ്ടിരിക്കാൻ സൂക്ഷിക്കണേ. കാരണം നമ്മളിനി ഇതിനെ മുറിക്കുമ്പോൾ നമുക്ക് ഫ്ലവർ കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ചുളിവില്ലാണ്ടിരിക്കണം കേട്ടോ. ഇനി ഇതിൽ കാണിച്ച പോലെ ഇങ്ങോട്ട് മുറിക്കണം കേട്ടോ. ഇനി ആ മുറിച്ച സാധനത്തിനെ തുറന്ന് നോക്കൂ, നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ. അയ്യോ, തുറക്കുന്നതിന് മുന്നേ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടേ. അതിൻ്റെ നടു പോർഷനിൽ കുറച്ച് ഇങ്ങോട്ട് സൈഡിൽ നിന്ന് വിട്ടിട്ട് ഒരു കുത്തു കൊടുക്കണം കേട്ടോ. അത് കൂടെ നമുക്കിനി നൂല് കയറ്റി കൊടുക്കാനുള്ളതാണ്. ഹായ്, ഇതേണ്ടടാ ഒരു പടുകൂറ്റൻ ഫ്ലവർ. എൻ്റെ ടേബിൾ പോലെ നിൽക്കുന്നില്ല, അത്രയ്ക്കും വലുതായി കേട്ടോ. പിന്നെ ഇതത്ര വലിപ്പം കൂടുതലൊന്നും അല്ല കേട്ടോ, ഇത് പാകാണേ സൈസ്. ഇനി നമ്മളിപ്പോൾ ആ ഓട്ടയിട്ട സൈഡിൽ കൂടെ ഒക്കെ നൂല് കുത്തി കയറ്റുക. നൂല് കയറ്റിയാൽ മാത്രം പോരാ, നൂല് കെട്ടിയും കൊടുക്കണം കേട്ടോ. ഇനി ഓട്ട ഇടുന്ന സമയത്ത് ഓട്ട അധികം വലുതായിരിക്കാൻ നോക്കണം കേട്ടോ. ഓട്ട വലുതായാലും ഇത് നേരെ പാറി കിട്ടില്ല കേട്ടോ. ചെറിയ നൂലിന് പോകാൻ പാകത്തിനുള്ള ഓട്ട മതി കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഒരൊറ്റ കൊട്ട മാത്രമേ അത്യാവശ്യം വലുപ്പത്തിൽ കണ്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് കളർ പോളിത്തീൻ ബാഗില്ലേ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ കാണിച്ച പോലെയാണ് ഞാൻ കെട്ടാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മറ്റേ സൈഡ് വെറുതെ വിടാനാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം നീളത്തിൽ വിട്ടോളൂ. ഒരു സൈഡ് നമ്മൾ നീളത്തിൽ വിട്ടോന്ന് പറഞ്ഞില്ലേ, എല്ലാ നൂല് കെട്ടുമ്പോഴും അതിന് ഒരേ അളവിൽ തന്നെ നീളത്തിൽ വിടണം കേട്ടോ. ഞാനിങ്ങനെ എല്ലാ സൈഡും കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇങ്ങനെയാണ് കേട്ടോ കാണാനിരിക്കുന്നത്. നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മൂടി നടുവെന്ന് ഒരു ഓട്ടയാക്കി വെക്കണം കേട്ടോ. അത് കൂടെ ഈ നൂലിനിട്ട് വലിക്കണം. ഇനി ആ നൂലിനെ വലിച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഒരു കെട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ട. അത് കൂടെ പുറത്തേക്ക് പോവാത്തൊരു കെട്ട് വേണം ഇട്ട് കൊടുക്കാൻ. വേണമെങ്കിൽ 2 നോട്ട് ഇടാം എന്നെ പോലെ. ഇനി ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പാരച്യൂട്ടിന് അത്യാവശ്യം നീളം മതി കേട്ടോ. ഒരുപാട് നീളമായാൽ വള്ളി ഇങ്ങനെ കുരുങ്ങി നിന്ന് പോവേ. അതുകൊണ്ട് അത്യാവശ്യം നീളത്തിൽ നോട്ടിട്ടാൽ മതി കേട്ടോ. അതുപോലെ ഇത്രയും നീളത്തിലെടുത്താൽ എന്താ പ്രശ്നം വെച്ചാൽ കുരുങ്ങി നമ്മുടെ പാരച്യൂട്ട് നന്നായിട്ട് അങ്ങോട്ട് പറക്കില്ല. അച്ചുവിന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് നന്നായിട്ട് മെമ്മറബിൾ ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചെയ്ത് വരുമ്പോഴേ നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഞാനും അർജുനേട്ടനുമാണ് ഏറ്റവും കൂടുതൽ ഇത് എൻജോയ് ചെയ്തത്. അച്ചുവിന് നമ്മൾ ഇപ്പോഴും റാഗി കൊടുക്കുന്നത് നിർത്തിയിട്ടില്ല കേട്ടോ. അതവൻ്റെ എല്ല് ബലത്തിന് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോഴും പറയുന്നത്. ഈ കുട്ടപ്പനായി നിൽക്കുന്നത് എങ്ങോട്ട് പോവാനാ? ഒരു ഓഡീഷൻ കോൾ വന്നിട്ടുണ്ട് അച്ചുവിന്. സിനിമയിൽ അഭിനയിക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. ടാറ്റാ, പോവാ അച്ചു, പോവാം. നട്ടുച്ച പ്ലസ് സൺഡേ കരിയാൻ വേറെ എന്തെങ്കിലും വേണോ? ട്രാഫിക്കും ഉണ്ടാവും, കൂടാണ്ട് വെയിലും ഉണ്ടാവും. നട്ടുച്ചയ്ക്കാണെങ്കിൽ ഒരു ചേച്ചി റോഡ് സൈഡിൽ കമ്പുംകൂഴ് വെക്കുന്നത് കണ്ടു കേട്ടോ. അർജുനേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോകുമ്പോൾ കമ്പുംകൂഴ് കുടിക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പാവം ചേച്ചിയായിരുന്നു കേട്ടോ. അച്ഛനും മാങ്ങാച്ചാറ് എരിവാവും എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ അങ്ങനെ മുറിച്ച് അവന് കൊടുത്തേ. അച്ചു ആരെയും വകതിരിഞ്ഞ് കാണാണ്ട് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. ബോഗൻവില്ല ചുറ്റിക്കിടക്കുന്ന ആ മനോഹരമായ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിൽ കൂടെ പോയി വേണം നമുക്ക് കാസ്റ്റ്യൂവിന്റെ ഏജൻസിയിൽ എത്താൻ കേട്ടോ. നമ്മളധികം ലേറ്റ് ഒന്നും അല്ലായിരുന്നേ.
പക്ഷെ നമുക്ക് നല്ലോണം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഈ കുഞ്ഞു സുന്ദരി മലയാളിയാണ് കേട്ടോ. മലയാളികളെ കണ്ടാൽ നമ്മൾ വെറുതെ വിടുവോ? വേഗം പോയി മുട്ടി അവരോട് സംസാരിച്ചില്ലേ. പിന്നീട് വന്ന് ആർക്കും ഈ ബോർഡ് വിട്ടു കൊടുത്തില്ല കേട്ടോ. അതിൽ ചിത്രം വരെയായിരുന്നു കേട്ടോ. ഇതൊരു വമ്പൻ തട്ടിപ്പാന്ന് നമുക്ക് പിന്നീടാ മനസ്സിലായ കേട്ടോ. അവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. പോർട്ട്ഫോളിയോ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട അവർ നമ്മളെ വിളിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെങ്കിൽ 20,000 രൂപ അവർക്ക് കൊടുക്കണം അത്രേ. അത് കേട്ടത് നമ്മൾ വേഗം അവിടുന്ന് മണ്ടി കേട്ടോ. ഈ കടേനെ പറ്റിയിട്ട് അർജുനേട്ടൻ വായതൊരാണ്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും കേട്ടോ. പണ്ട് ബാംഗ്ലൂർ ജോലി കിട്ടി വന്ന് നിന്നതും ഈ ബിസി വെല്ലഭാഗത്ത് ഡെയിലി വന്ന് കഴിക്കുന്നതൊക്കെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു കേട്ടോ. അർജുനേട്ടന് 2 ഫോർമൽ പാൻസ് വാങ്ങിക്കണമെന്ന് കുറേ ആയിട്ടോ വിചാരിക്കുന്നു. കോളേജിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. പക്ഷെ സോറി, ഫോർമൽ പാൻസിന്റെ വീഡിയോ എടുക്കാൻ മറന്നു. നമുക്ക് കുറച്ച് അച്ചുവിന്റെ പെർഫോമൻസ് കണ്ടാലോ? സ്റ്റേജ് ഒന്നും വേണ്ട കേട്ടോ, സ്റ്റുഡിയോ മതി അവന്. സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെക്കനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റണ്ടേ? അവൻ അതിൻ്റെ ഉള്ളിൽ നിന്നോളാന്നാണ് എന്നോട് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ കുപ്പിയിലിട്ട ഭൂതത്തിനെ പോലെ ചിരിക്കുന്നത്. എൻ്റെ അമ്മോ, ഇവനെയും കൊണ്ട് വെളിയിൽ പോകാൻ നല്ല കഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ തവള തുള്ളുന്ന പോലെ തുള്ളി തുള്ളി കളിക്കുന്ന അതിൻ്റെ ഉള്ളിൽ. ഒരു കൂസലുണ്ടോ നോക്ക്. അവസാനം അവനെ ചില്ലിൻ്റെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചു കേട്ടോ. എങ്ങനെയും കുട്ടി വരുന്നില്ല. അവസാനം ഈ മാംഗോ ജ്യൂസിന്റെ വാഗ്ദാനത്തിലാണ് കേട്ടോ കുട്ടി സ്റ്റുഡിയോന്റെ പുറത്തേക്ക് വന്നത്. പാവത്തിന് ഡെയിലി റൂട്ടീനൊന്നും നടക്കാത്തതിന്റെ ക്ഷീണുണ്ട് കേട്ടോ. ഇന്ന് ഉച്ച മൊത്തം കറക്കായോണ്ട് ഉറക്കൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അർജുനേട്ടൻ്റെ ഇടയ്ക്ക് ഇടവിട്ട് ഇങ്ങനെ ഒരു ജലദോഷം പോലെയൊക്കെ വന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരെ നമ്മൾ ഇറങ്ങുകയാണേ. ഈ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ വന്നത്. സർവീസൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി അറിയില്ല കേട്ടോ. അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും കൂടെ നമ്മളെ കൂട്ടാൻ വേണ്ടി കാറും എടുത്ത് വന്നിരുന്നു കേട്ടോ. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസം. കൂടാണ്ട് അവൾ പ്രഗ്നൻറ്റും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് അധികം ആലോചനയിൽ വന്നില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഡിന്നറിന് പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, നാഗാർജുന എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവിടെ തന്നെ വന്നു കേട്ടോ. ഡിന്നർ കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു കേട്ടോ. വെജിന് അധികം ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ കുറേ നോൺ വെജ് ഐറ്റം പറഞ്ഞപ്പോൾ ഞാനൊരു ദോശയായിരുന്നു കേട്ടോ പറഞ്ഞത്. എന്തായാലും അവളുടെ മനസ്സ് നിറഞ്ഞു. എനിക്ക് അത്രയും മതി കേട്ടോ. അവർ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സൂപ്പറായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഇതുപോലെ സമയമെടുത്ത് നമ്മൾ വല്ലപ്പോഴും മാത്രമേ കാണാറില്ലേ. ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. ഇത്രയും സൂപ്പറായ ഒരു ദിവസമല്ലേ, നമ്മളെങ്ങനെയോ ഒരു മധുരം കഴിക്കാണ്ട് നിർത്തുക. അങ്ങനെ നമ്മളൊരു ജ്യൂസ് കടയിലും കൂടി കയറി കേട്ടോ. ഞാനൊരു ഫലൂദ, അവളൊരു മാംഗോ ഷേക്ക്, അവളുടെ ഭർത്താവ് ഒരു കോൾഡ് കോഫിയാണ് കേട്ടോ പറഞ്ഞത്. അർജുനേട്ടനാണെങ്കിൽ വയറ് നിറഞ്ഞിട്ട് ഒന്നും വേണ്ട പറഞ്ഞിരുന്നേ. നമ്മൾ സ്കൂട്ടി നിർത്തിയെടുത്ത് നമ്മളെയും ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി കേട്ടോ. നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. അർജുനേട്ടൻ ഇനി നമ്മൾ എങ്ങോട്ടാ? അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.